ഒരു ഭീകരമായ ദുരന്തത്തിൽ ആ ദുരന്തം അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാനാവൂ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതേ തരത്തിൽ വർത്തമാനം പറയുന്നത്. വളരെ സെൻറ്റിമെൻ്റലായിട്ട് മനസ്സ് നൊന്താണ് നമ്മളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ വിഷമിക്കുന്നത്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വീട്ടുകാരെ പോലും, സ്വന്തം കുടുംബാംഗങ്ങൾ, അപ്പനമ്മമാർ മാത്രമല്ല, സഹോദരങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം അവശേഷിച്ച് ഇതുവരെ ഉണ്ട് അവിടെ. അവരുടെ മുഖത്ത് നോക്കിയാണ് ഈ കണക്ക് പറയുന്നത്, ഈ കണക്കുകൾ നിരത്തുന്നത്. അതാണ് എൻ്റെ സങ്കടകരമായ അവസ്ഥ. ബഹുമാനപ്പെട്ട BJP നേതാവ് കൃഷ്ണദാസിനോട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കണ്ടില്ലേ? വൈകുന്നേരത്തെ ചർച്ചകളിൽ എത്രയോ ചർച്ചകൾ എത്രയോ ചാനലുകളിൽ നടന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാനുണ്ടാവും, ഞങ്ങളുടെ ചാനലിലൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിനെ ഒഴിവാക്കി നിർത്തുന്നു, നിങ്ങളുടെ മാധ്യമങ്ങളെ ഞാൻ ഒഴിവാക്കി നിർത്തുന്നു. ബാക്കി മുഖ്യധാരയിലെ മാധ്യമങ്ങൾ, പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ ഒക്കെയും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ആവർത്തിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം കാണരുത്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങേക്ക് ചെയ്യാവുന്നത്, അങ്ങയുടെ നേതാക്കൾക്ക് ചെയ്യാവുന്നത്, അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തോട് പറയുക, കേരളത്തിൽ ഞങ്ങളുടെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, അവർക്കാണ് വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ടത്, ബന്ധുക്കളെ നഷ്ടപ്പെട്ടത്, ഒന്നുമില്ലായ്മയിലേക്ക് പോയത്. അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് നിങ്ങളുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ എന്നാണ് ഇന്ന് ഒരു സാധാരണ മലയാളി എന്ന പേരിൽ എനിക്ക് ചോദിക്കാനുള്ളത്.